KSRTC ബസ് ആ വലിയ വളവ് തിരിഞ്ഞ് ടാറിടാത്ത ചെമ്മൺപാതയിലേക്ക് ഇറങ്ങിയപ്പോൾ സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞിരുന്നു. ബസ്സിനുള്ളിലെ തിരക്കുകളും ബഹളങ്ങളും പെട്ടെന്നൊരു നിശബ്ദതയിലേക്ക് വീണതുപോലെ തോന്നി. സിറ്റിയിലെ ചൂടിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും മാറി ഗ്രാമത്തിൻ്റെ ആ തണുപ്പുള്ള കാറ്റ് ജനലിലൂടെ അകത്തേക്ക് അടിച്ചു കയറി. എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ചെലവഴിച്ച ഗ്രാമമാണ്. ഓരോ തവണ വരുമ്പോഴും മാറ്റമില്ലാതെ നിൽക്കുന്ന കാഴ്ചകൾ. പാതയുടെ ഇരുവശത്തും ഇടതൂർന്നു നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങൾ. ഉച്ചവെയിൽ മങ്ങിത്തുടങ്ങുമ്പോൾ റബ്ബർ മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിന് ഒരു പ്രത്യേക സ്വർണ്ണ നിറമാണ്. ദൂരെ കുന്നിൻ ചെരുവുകളിൽ പുകപടലങ്ങൾ പോലെ കോടമഞ്ഞ് തങ്ങി നിൽക്കുന്നു. റോഡരികിലെ അരുവികളിൽ വെള്ളം പാറക്കല്ലുകളിൽ തട്ടിത്തെറിക്കുന്ന ശബ്ദം ബസ്സിൻ്റെ ഇരമ്പലിനിടയിലും വ്യക്തമായി കേൾക്കാം. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ചുറ്റും ആരുമുണ്ടായിരുന്നില്ല. വിജനമായ കവല. പഴയൊരു ആൽമരം മാത്രം സാക്ഷിയായി നിൽക്കുന്നു. ഞാൻ ബാഗ് തോളിലിട്ട് നടക്കാൻ തുടങ്ങി. തറവാട്ടിലേക്കുള്ള വഴി എനിക്ക് മനപ്പാടമാണ്. പണ്ട് സ്കൂൾ അവധിക്കാലങ്ങളിൽ ഓടിക്കളിച്ച് നടന്ന ഇടവഴികൾ. നടക്കും തോറും ഗ്രാമത്തിൻ്റെ ഭംഗി കൂടുതൽ വ്യക്തമായി. പാടവരമ്പുകൾക്ക് വല്ലാത്തൊരു പച്ചപ്പാണ്. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ അവിടെയും ഇവിടെയും വെള്ളം കെട്ടിക്കിടക്കുന്നു. അതിൽ വൈകുന്നേരത്തെ ആകാശം പ്രതിഫലിക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. ദൂരെ എവിടെയോ ഒരു അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ദീപാരാധനയുടെ മണിശബ്ദം കാറ്റിൽ ഒഴുകിയെത്തുന്നുണ്ട്. പക്ഷികൾ കൂടണയാൻ വെമ്പുന്ന ശബ്ദം. അവയല്ലാതെ മറ്റൊന്നും ആ അന്തരീക്ഷത്തിൻ്റെ ശാന്തതയെ വഞ്ചിക്കുന്നില്ല. തറവാടിൻ്റെ പടിപ്പുര എത്താറായപ്പോൾ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ താഴ്ന്നു തുടങ്ങിയിരുന്നു. ആ വലിയ മരവാതിൽ പകുതി തുറന്നു കിടക്കുന്നു. തുരുമ്പെടുത്ത ഇരുമ്പു വളയങ്ങൾ കാലപ്പഴക്കത്തെ ഓർമ്മിപ്പിച്ചു. മുറ്റത്തേക്ക് കയറിയപ്പോൾ കണ്ടത് പതിവ് കാഴ്ച തന്നെയായിരുന്നു. കരിങ്കല്ല് പാകിയ വലിയ മുറ്റം. മുറ്റത്തിൻ്റെ ഒത്ത നടുവിൽ വലിയൊരു തുളസിത്തറ. അതിൽ കരിനീല നിറത്തിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന കൃഷ്ണതുളസി. വീടിൻ്റെ ഉമ്മറത്ത് ചാരുകസേരയിൽ അമ്മുമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തെ മണലിൽ എൻ്റെ കാൽപ്പാടുകൾ പതിയുന്ന ശബ്ദം കേട്ടാവണം അമ്മുമ്മ തലയുയർത്തി നോക്കി. ആരാ അത്? ഉണ്ണിയാണോ? അമ്മുമ്മയുടെ ശബ്ദത്തിന് പ്രായത്തിൻ്റെ അവശതയുണ്ടായിരുന്നു. കണ്ണടയുടെ കട്ടിയുള്ള ചില്ലുകൾക്കിടയിലൂടെ അമ്മുമ്മ എന്നെ സൂക്ഷിച്ചു നോക്കി. അതെ അമ്മുമ്മേ, ഞാനാണ്. ഞാൻ വരാന്തയിലേക്ക് കയറി. ഓടിട്ട മേൽക്കൂരയിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന ചിലന്തിവലകൾ സായാഹ്ന വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. തറവാടിൻ്റെ തടിയിൽ തീർത്ത തൂണുകൾക്ക് കറുത്ത നിറമാണ്. വർഷങ്ങളുടെ പഴക്കം ആ തടിയിലെ ഓരോ വിള്ളലിലും കാണാം. വീടിനുള്ളിൽ എപ്പോഴും ഒരു തണുപ്പാണ്. പുറത്തെ ചൂടൊന്നും ആ കട്ടിയുള്ള ചുമരുകൾക്കുള്ളിലേക്ക് കടക്കില്ല. അമ്മുമ്മ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. ആ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കവളിൽ തൊട്ടപ്പോൾ ആ കൈകൾക്ക് മരവിച്ച തണുപ്പായിരുന്നു. നീ വരുമെന്ന് കത്തെഴുതിയിരുന്നല്ലോ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നേരം വൈകിയപ്പോൾ. അമ്മുമ്മ വാചകം മുഴുമിപ്പിച്ചില്ല. ആ മുഖത്ത് എന്തോ ഒരു അസ്വാഭാവികത ഞാൻ ശ്രദ്ധിച്ചു. സാധാരണ എന്നെ കാണുമ്പോൾ ഉണ്ടാകാറുള്ള ആ തിളക്കം അമ്മുമ്മയുടെ കണ്ണുകളിൽ ഇല്ലായിരുന്നു. പകരം അവിടെ എന്തോ ഒരു ഭയം ഒളിച്ചിരിക്കുന്നത് പോലെ. ബസ് കിട്ടാൻ വൈകി അമ്മൂമ്മേ. പിന്നെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ബ്ലോക്കും. ഞാൻ ബാഗ് തിണ്ണയിൽ വെച്ചു. അമ്മൂമ്മ പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. ആ പിടിക്ക് വല്ലാത്തൊരു മുറുക്കമുണ്ടായിരുന്നു. നീ അകത്തേക്ക് വാ, സന്ധ്യയാകാറായി. ഇനി പുറത്തു നിൽക്കണ്ട. അമ്മൂമ്മയുടെ സ്വരത്തിലെ തിടുക്കം എന്നെ അത്ഭുതപ്പെടുത്തി. സാധാരണ സന്ധ്യയായാലും മുറ്റത്ത് നിന്ന് വർത്താനം പറയുന്നയാളാണ് അമ്മൂമ്മ. പക്ഷേ ഇന്ന് ഇരുട്ട് വീഴുന്നതിന് അമ്മൂമ്മ വല്ലാതെ ഭയക്കുന്നത് പോലെ. ഞങ്ങളകത്തേക്ക് കടന്നു. വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. നടുമുറ്റത്തിനു മുകളിൽ ആകാശം ചാരനിറമായി മാറുന്നു. വീടിൻ്റെ ഓരോ മുക്കും മൂലയിലും നിഴലുകൾക്ക് നീളം വെച്ചു. വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിഴലുകൾക്ക് നീളം വെച്ചു. ഞാൻ ലൈറ്റിൻ്റെ സ്വിച്ചിട്ടു. മഞ്ഞ വെളിച്ചം മങ്ങിയ രീതിയിൽ മുറിയിൽ പരന്നു. കുളിച്ചിട്ടു വാ, ഞാൻ കഞ്ഞിയെടുക്കാം. അമ്മുമ്മ അടുക്കളയിലേക്ക് നടന്നു. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. വടക്കേ അറ്റത്തുള്ള മുറിയാണ് എനിക്കെപ്പോഴും തരാറുള്ളത്. ആ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്.
ജനൽ തുറന്നാൽ കാണുന്നത് തൊട്ടപ്പുറത്തെ കാവാണ്. കാവിലെ മരങ്ങൾ കാറ്റിലാടുന്ന ശബ്ദം രാത്രിയിലൊരു താരാട്ട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണ മുറിയിൽ കയറിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ആ ജനലുകളെല്ലാം ഭദ്രമായി അടച്ചിട്ടിരിക്കുന്നു. കുറ്റികൾക്ക് മുകളിൽ തുണി വെച്ച് കെട്ടിയിട്ടുണ്ട്. മുറിക്കുള്ളിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തങ്ങി നിൽക്കുന്നത് പോലെ. ഞാൻ ജനൽ തുറക്കാൻ കൈ നീട്ടിയതും പിന്നിൽ നിന്ന് അമ്മൂമ്മയുടെ ശബ്ദം കേട്ടു. ഉണ്ണി. ആ വിളിയിൽ ഒരു ഞെട്ടലുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. അമ്മൂമ്മ വാതിൽക്കൽ നിൽക്കുന്നു. കയ്യിലൊരു വിളക്കുണ്ട്. ആ വെളിച്ചത്തിൽ അമ്മൂമ്മയുടെ മുഖം വിളറി വെളുത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ ജനൽ, അത് തുറക്കരുത്, അമ്മൂമ്മ ശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. എന്താ അമ്മൂമ്മേ, കാറ്റൊന്ന് കയറട്ടെ, അകത്ത് നല്ല ചൂടുണ്ട്. വേണ്ട, അമ്മൂമ്മയുടെ ശബ്ദം കെടുത്തു. അത് തുറക്കണ്ട, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. എനിക്കൊന്നും മനസ്സിലായില്ല. എങ്കിലും അമ്മൂമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കൈ പിൻവലിച്ചു. കുളി കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മൂമ്മ കഞ്ഞിയും കറികളും വിളമ്പി വെച്ചിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. പുറത്ത് പൂർണ്ണമായും ഇരുട്ട് വീണിരുന്നു. ചിവീടുകളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ നിറഞ്ഞു തുടങ്ങി. ഇടയ്ക്കിടെ മരങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കായകൾ ഓടിട്ട മേൽക്കൂരയിൽ വീഴുന്ന ശബ്ദം കേൾക്കാം. ഓരോ തവണ ആ ശബ്ദം കേൾക്കുമ്പോഴും അമ്മൂമ്മ ഞെട്ടുന്നുണ്ടായിരുന്നു. അമ്മൂമ്മേ, എന്തുപറ്റി? അമ്മൂമ്മയ്ക്ക് എന്തോ പേടിയുള്ളതുപോലെ. ഞാൻ ചോദിച്ചു. അമ്മൂമ്മ കഞ്ഞി കുടിക്കുന്നത് നിർത്തി. എന്നെ ഒന്നുറ്റുനോക്കി. ആ നോട്ടത്തിൽ എനിക്ക് എൻ്റെ പഴയ അമ്മൂമ്മയെ കാണാൻ കഴിഞ്ഞില്ല. ഉണ്ണി. അമ്മൂമ്മ ശബ്ദം താഴ്ത്തി. ഈ വീട് പഴയതുപോലെയല്ല ഇപ്പോൾ. എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ സംശയത്തോടെ അമ്മൂമ്മയെ നോക്കി. കുറച്ച് ദിവസങ്ങളായി രാത്രിയിൽ. അമ്മൂമ്മ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. പിന്നെ ആ ജനലിലേക്കൊന്ന് നോക്കി. ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പറഞ്ഞു. രാത്രിയിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ശബ്ദങ്ങളോ? എലികളാകും അമ്മൂമ്മേ, അല്ലെങ്കിൽ മരപ്പട്ടി. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അമ്മൂമ്മ തീർത്തു പറഞ്ഞു. മൃഗങ്ങളുടെ ശബ്ദമൊക്കെ എനിക്ക് തിരിച്ചറിയാം. ഇതല്ല. ഇത് ആരോ നടക്കുന്ന ശബ്ദമാണ്. വർത്തമാനം പറയുന്ന ശബ്ദമാണ്. എൻ്റെ ചിരി മാഞ്ഞു. ഈ വലിയ വീട്ടിൽ അമ്മൂമ്മ ഒറ്റയ്ക്കാണ് താമസം. ഒറ്റപ്പെടൽ മൂലമുള്ള തോന്നലുകളാകാമെന്ന് ഞാൻ കരുതി. അമ്മൂമ്മയ്ക്ക് തോന്നുന്നതാകും. ഞാൻ വന്നില്ലേ, ഇനി പേടിക്കണ്ട, ഞാൻ പറഞ്ഞു. അമ്മൂമ്മ അത് കേട്ട ഭാവം നടിച്ചില്ല. ഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകി വയ്ക്കുമ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി 10 മണി കഴിഞ്ഞാൽ വടക്കേ മുറ്റത്തേക്ക് ഇറങ്ങരുത്. ആര് പേര് ചൊല്ലി വിളിച്ചാലും, അത് എത്ര പരിചിതമായ ശബ്ദമാണെങ്കിലും നീ വാതിൽ തുറക്കരുത്, ജനൽ പോലും തുറക്കരുത്. ആര് വിളിക്കാൻ? ഇവിടെ നമ്മളല്ലാതെ ആരാ ഉള്ളത്? എനിക്ക് വീണ്ടും സംശയമായി. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ വാക്ക് നീ കേൾക്കണം. 10 മണി കഴിഞ്ഞാൽ ഈ വീട് നമ്മളുടേതല്ലാതാകും. അമ്മൂമ്മ അത് പറഞ്ഞപ്പോൾ ഉണ്ടായ ഗൗരവം എന്നെ നിശബ്ദനാക്കി. കിടക്കാൻ നേരമായി. ഹാളിലെ വലിയ ഘടികാരത്തിൽ സമയം 9:30 കഴിഞ്ഞു. പെൻഡുലമാടുന്ന ടിക് ടിക് ശബ്ദം മാത്രം ആ വലിയ മുറിയിൽ മുഴങ്ങിക്കേൾക്കാം. അമ്മൂമ്മ സ്വന്തം മുറിയിലേക്ക് പോകുന്നതിനു മുമ്പ് ഒന്നുകൂടി എൻ്റെ അടുത്തേക്ക് വന്നു. മറക്കണ്ട, വടക്കേ ജനൽ. ഒന്ന് ഓർമ്മിപ്പിച്ച ശേഷം അമ്മൂമ്മ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. കുറ്റിയിടുന്ന ശബ്ദം കേട്ടു. ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നു. കട്ടിലിൽ കിടന്നു. യാത്രയുടെ ക്ഷീണം കാരണം കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എങ്കിലും അമ്മൂമ്മ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കിടന്ന് കറങ്ങി. സമയം 10 മണിയോടടുക്കുന്നു. പുറത്ത് കാറ്റ് ശക്തി പ്രാപിച്ചു. മരച്ചിലകൾ മേൽക്കൂരയിൽ ഉരസുന്ന ശബ്ദം. ഞാൻ കണ്ണുകൾ അടച്ചു. കൃത്യം 10 മണിക്ക് ഹാൾ ക്ലോക്കിലെ മണി മുഴങ്ങി. 10 തവണ അത് മുഴങ്ങി അവസാനിച്ചതും പെട്ടെന്ന് എൻ്റെ മുറിയുടെ അമ്മൂമ്മ തുറക്കരുതെന്ന് പറഞ്ഞ ആ വടക്കേ ജനലിൻ്റെ പാളിയിൽ പുറത്തുനിന്ന് ആരോ മെല്ലെ മുട്ടി. കാറ്റാകുമെന്ന് കരുതി ഞാൻ സമാധാനിക്കാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത നിമിഷം ആ ജനലിൻ്റെ വിടവിലൂടെ ഒരു നേർത്ത ശബ്ദം എൻ്റെ കാതുകളിലേക്ക് ഒഴുകിയെത്തി. ഉണ്ണി, ഉറങ്ങിയോ? എൻ്റെ രക്തം മരവിച്ചുപോയി. അത് അമ്മൂമ്മയുടെ ശബ്ദമായിരുന്നു.
തൊട്ടപ്പുറത്തെ മുറിയിൽ കിടന്നുറങ്ങുന്ന അമ്മൂമ്മയുടെ അതേ ശബ്ദം. പക്ഷെ അത് വരുന്നത് വീടിനുള്ളിൽ നിന്നല്ല, പുറത്തെ കൂരിരുട്ടിൽ നിന്നാണ്. അടഞ്ഞ വാതിലിനപ്പുറം ആ വിളി കേട്ട നിമിഷം സമയം നിശ്ചലമായതുപോലെ എനിക്ക് തോന്നി. പുറത്തെ കൂരിരുട്ടിൽ നിന്ന്, ജനൽപ്പാളികൾക്കപ്പുറം നിന്ന് ഒഴുകി വന്ന ആ ശബ്ദം എൻ്റെ യുക്തിബോധത്തെയാകെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഉണ്ണി ഉറങ്ങിയോ? ആ ചോദ്യം ഒരു സാധാരണ കുശലാന്വേഷണം പോലെയായിരുന്നില്ല. മറിച്ച് വല്ലാത്തൊരു ആകാംക്ഷയും തിരിച്ചറിയാനാവാത്ത ഏതോ ഒരു വികാരവും അതിൽ കലർന്നിരുന്നു. ഞാൻ ശ്വാസമടക്കി പിടിച്ചു. കട്ടിലിൽ എഴുന്നേറ്റിരിക്കാൻ പോലും ധൈര്യം വന്നില്ല. പുതപ്പിനുള്ളിൽ തന്നെ അനങ്ങാതെ കിടന്നു. ചെവികൾ കൂർപ്പിച്ചു. വീണ്ടും ആ ശബ്ദം വരുമോ? അതോ എനിക്ക് തോന്നിയതാകുമോ? യാത്രയുടെ ക്ഷീണം കൊണ്ടും അമ്മൂമ്മ പറഞ്ഞ കഥകൾ മനസ്സിനെ സ്വാധീനിച്ചതുകൊണ്ടും ഉണ്ടായ വെറും തോന്നൽ. ഏതാനും നിമിഷങ്ങൾ കനത്ത നിശബ്ദതയിൽ കടന്നുപോയി. പുറത്ത് കാറ്റ് വീശുന്ന ശബ്ദം മാത്രം. റബ്ബർ മരങ്ങളുടെ ഉണങ്ങിയ ഇലകൾ കാറ്റിൽ പറന്ന് മുറ്റത്ത് വീഴുന്നതിൻ്റെ നേരിയ അനക്കം കേൾക്കാം. പിന്നെ ദൂരെ എവിടെയോ ഒരു മൂങ്ങയുടെ മൂളൽ. വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നിയതാകും, ഞാൻ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മൂമ്മയുടെ ശബ്ദത്തോട് സാമ്യമുള്ള മറ്റെന്തെങ്കിലും ആകും. ചിലപ്പോൾ കാറ്റ് ജനൽ വിടവിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. പക്ഷെ മനസ്സിൻ്റെ ഒരു കോണിൽ സംശയം ബാക്കി നിന്നു. ആ ശബ്ദത്തിന് മനുഷ്യരുടേതായ, അതും അമ്മൂമ്മയുടേതായ വ്യക്തതയുണ്ടായിരുന്നു. ഞാൻ മെല്ലെ പുതപ്പ് മാറ്റി എഴുന്നേറ്റു. കാലുകൾ തറയിൽ സ്പർശിച്ചപ്പോൾ തണുപ്പ് അരിച്ചു കയറി. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ആ ജനൽപ്പാളികൾ എന്നെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. അമ്മുമ്മ തുണി കൊണ്ട് വരിഞ്ഞു കെട്ടിയ ആ കുറ്റികൾ അനക്കമില്ലാതെ നിൽക്കുന്നു. ഞാൻ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. വാതിൽ പതുക്കെ തുറന്ന് ഇടനാഴിയിലേക്ക് തലയിട്ടു. വീട് മുഴുവൻ ഇരുട്ടിലാണ്. ഹാളിലെ സീറോ ബൾബിൻ്റെ ചുവന്ന വെളിച്ചം അവിടെയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഞാൻ അമ്മൂമ്മയുടെ മുറിയുടെ വാതിലിനടുത്തേക്ക് നടന്നു. കാലൊച്ച കേൾപ്പിക്കാതെയായിരുന്നു എൻ്റെ നടത്തം. ഞാൻ അമ്മൂമ്മയുടെ മുറിയുടെ വാതിലിന് മുന്നിലെത്തി. ഞാൻ ചെവി ചേർത്ത് പിടിച്ചു. അകത്തുനിന്ന് താളാത്മകമായ ഒരു ശബ്ദം കേൾക്കാം. കൂർക്കം വലി. അമ്മൂമ്മ നല്ല ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിന് ഭംഗം വന്നിട്ടില്ലെന്ന് വ്യക്തം. എങ്കിൽ പുറത്തുനിന്ന് എന്നെ വിളിച്ചതാരാണ്? എൻ്റെ ശരീരം വിയർക്കാൻ തുടങ്ങി. തൊണ്ട വരളുന്നു. ഞാൻ വേഗം തിരികെ എൻ്റെ മുറിയിലേക്ക് ഓടി. വാതിൽ കുറ്റിയിട്ടു. പിന്നെ കട്ടിലിലേക്ക് ചാഞ്ഞില്ല. പകരം ജനലിന് എതിർവശത്തുള്ള ഭിത്തിയിൽ ചാരിയിരുന്നു. കണ്ണുകൾ ആ ജനലിൽ തന്നെ തറച്ചിരുന്നു. സമയം കടന്നുപോയി. ക്ലോക്കിൽ 11:30യും 12ഉം അടിച്ചു. പുറത്തുനിന്ന് പിന്നെ ആ ശബ്ദം കേട്ടില്ല. പക്ഷേ മുറ്റത്ത് ആരോ ഉലാത്തുന്നതുപോലെ ഇടയ്ക്കിടെ ഒരു തോന്നൽ. കരിയിലകൾ ഞെരിയുന്ന ശബ്ദമാണോ അതോ വെറും കാറ്റാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവ്യക്തത. പിന്നെ എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ഉണർന്നപ്പോൾ ജനലിലൂടെ വെളിച്ചം മുറിയിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. തലേന്നത്തെ ഭയം വെളിച്ചം കണ്ടപ്പോൾ പകുതിയും മാഞ്ഞുപോയി. ഞാൻ എഴുന്നേറ്റ് ജനൽ തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അമ്മൂമ്മ കെട്ടിവെച്ചിരുന്ന തുണി കണ്ടത്. അതഴിക്കണോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു. വേണ്ട, അമ്മൂമ്മയുടെ ഇഷ്ടക്കേട് സമ്പാദിക്കേണ്ട എന്ന് കരുതി ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. വീട് ശാന്തമാണ്. അടുക്കളയിൽ നിന്ന് ദോശ ചൂടുന്ന മണം വരുന്നുണ്ട്. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം. എല്ലാം സാധാരണ നിലയിൽ. രാത്രിയിലെ ആ ഭീകരത ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നു. വെറും തോന്നലുകൾ. നഗരത്തിൽ നിന്ന് വന്നതിൻ്റെ മാറ്റങ്ങൾ. ഞാൻ ഉമ്മറത്തേക്കിറങ്ങി. മുറ്റം നിറയെ വെയിൽ പരന്നിരുന്നു. തുളസിത്തറയ്ക്ക് ചുറ്റും അമ്മൂമ്മ രാവിലെ തന്നെ വെള്ളം നനച്ചിട്ടുണ്ട്. മുറ്റത്തെ മാവിൻ കൊമ്പിൽ 2 അണ്ണാറക്കണ്ണന്മാർ ഓടിക്കളിക്കുന്നു. ദൂരെ വഴിയിൽ മീൻ കച്ചവടക്കാരൻ്റെ സൈക്കിൾ ബെല്ലടി കേൾക്കാം. ഞാൻ കിണറ്റിൻകരയിലേക്ക് നടന്നു. തറവാടിൻ്റെ തെക്കേ വശത്താണ് കിണർ. തൊടിയിൽ നിറയെ ജാതിമരങ്ങളും തെങ്ങുകളുമാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനിടയിൽ മതിലിനപ്പുറത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. ഉണ്ണിക്കുട്ടൻ എപ്പോൾ എത്തി? ഞാൻ തിരിഞ്ഞു നോക്കി. അയലത്തെ ശങ്കരൻ മാമയാണ്. വേലിപ്പടർപ്പിനിടയിലൂടെ തല നീട്ടി നിൽക്കുന്നു. കയ്യിലൊരു വാക്കാത്തിയും തോളിലൊരു തോർത്തുമുണ്ട്. ശങ്കരൻ മാമയെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം.
ഈ തറവാട്ടിലെ കാര്യസ്ഥനെ പോലെയാണ്. ഇന്നലെ വൈകുന്നേരം എത്തി മാമ. മാമൻ എങ്ങോട്ടാ രാവിലെ തന്നെ? ഞാൻ പറമ്പിലേക്കൊന്നിറങ്ങിയതാ. റബ്ബർ വെട്ടാൻ ആളെ കിട്ടാതായി. അപ്പോൾ നമ്മൾ തന്നെ നോക്കണമല്ലോ. മാമൻ ചിരിച്ചു. ആ ചിരിയിൽ ഗ്രാമീണ നിഷ്കളങ്കതയുണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് സുഖമാണോ? മാമൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. സുഖമാണ്. എന്താ മാമ അങ്ങനെ ചോദിച്ചത്? ശങ്കരൻ മാമൻ ഒന്ന് മടിച്ചു. പിന്നെ വേലിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നു. അല്ല, ഈയിടെയായിട്ട് അമ്മൂമ്മ ആകപ്പാടെ ഒരു മൗനമാണ്. പണ്ടത്തെ പോലെ അമ്പലത്തിലൊന്നും കാണാറില്ല. പിന്നെ ഈ വീടിനെപ്പറ്റി ചില വർത്തമാനങ്ങൾ നാട്ടിൽ കേൾക്കുന്നുണ്ട്. അത് അമ്മൂമ്മയെ ബാധിച്ചോ എന്നറിയാനാ. എൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു കൊള്ളിയാൻ മിന്നി. എന്തു വർത്തമാനം? അതൊന്നുമില്ല കുട്ടാ. പഴമക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. ഈ തറവാട് വല്ലാതെ പഴകിയതല്ലേ. അറ്റകുറ്റപ്പണികളൊന്നും നടക്കാത്തതുകൊണ്ട് രാത്രിയിലൊക്കെ ഓരോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വഴിപോക്കർ പറയുന്നു. വവ്വാലുകളോ മറ്റോ ആകും. പക്ഷെ അമ്മൂമ്മ ഒറ്റയ്ക്കല്ലേ, അതിൻ്റെ ഒരു പേടി കാണും. മാമനത് നിസാരവൽക്കരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കണ്ണുകൾ എന്തോ ഒളിച്ചു വയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. മാമ, ഈ വീടിൻ്റെ വടക്കേ വശത്ത് ആ പഴയ മുറിയുണ്ടല്ലോ, അതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും കഥകളുണ്ടോ? ശങ്കരൻ മാമൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി. ആ ചോദ്യം മാമൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നി. അതൊക്കെ പണ്ട് മുത്തശ്ശനുള്ള കാലത്തല്ലേ. അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. നീ വന്നല്ലോ, ഇനി അമ്മൂമ്മയ്ക്ക് കൂട്ടുണ്ടല്ലോ, അത് മതി. മാമൻ വേഗം സംസാരം അവസാനിപ്പിച്ച് നടന്നുപോയി. ആ പോക്ക് കണ്ടപ്പോൾ എൻ്റെ സംശയം ഇരട്ടിച്ചു. വടക്കേ മുറി, അവിടെ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ കുളി കഴിഞ്ഞ് അകത്തേക്ക് ചെന്നു. അമ്മൂമ്മ കസാരയിലിരുന്ന് പത്രം വായിക്കുകയാണ്. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മൂമ്മ പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. ഞാൻ ചായ എടുത്ത് അമ്മൂമ്മയുടെ എതിരെയുള്ള കസാരയിലിരുന്നു. അമ്മൂമ്മയുടെ മുഖം ക്ഷീണിച്ചതുപോലെ, കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ. രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നും. അമ്മൂമ്മേ, ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ? ഞാൻ ചോദിച്ചു. അമ്മൂമ്മ പത്രം താഴ്ത്തി എന്നെ നോക്കി. ഉറങ്ങി? എന്താ? അല്ല, പാതിരാത്രി എപ്പോഴോ ഞാൻ എഴുന്നേറ്റപ്പോൾ അമ്മൂമ്മയുടെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ട പോലെ തോന്നി. ഞാൻ കള്ളം പറഞ്ഞു. അമ്മൂമ്മയുടെ പ്രതികരണം അറിയാനായിരുന്നു അത്. എന്ത് ശബ്ദം? അമ്മൂമ്മയുടെ സ്വരത്തിൽ ജാഗ്രതയുണ്ടായിരുന്നു. ആരോ സംസാരിക്കുന്നത് പോലെ. അമ്മൂമ്മയുടെ കയ്യിലിരുന്ന പത്രം ഒന്ന് വിറച്ചു. നിനക്ക് തോന്നിയതാകും. ഞാൻ നേരത്തെ കിടന്നതാണ്. അമ്മൂമ്മ വീണ്ടും പത്രത്തിലേക്ക് മുഖം താഴ്ത്തി. പക്ഷേ ആ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മൂമ്മ എന്തോ ഭയക്കുന്നുണ്ട്. എന്നിൽ നിന്ന് മാത്രമല്ല, സ്വന്തം ചിന്തകളിൽ നിന്ന് പോലും ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് പോലെ. അന്ന് പകൽ മുഴുവൻ ഞാൻ ആ വീടും പരിസരവും വീക്ഷിക്കുകയായിരുന്നു. വീടിൻ്റെ വടക്കേ വശത്തേക്ക് പോകാൻ അമ്മൂമ്മ സമ്മതിക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പുറത്തുകൂടി ചുറ്റി നടന്നു. വടക്കേ വശത്തെ ജനലുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ പോലെ തന്നെ തോന്നി. പക്ഷെ ആ ഭാഗത്തെ മുറ്റത്ത് മാത്രം സൂര്യപ്രകാശം വീഴുന്നില്ല. വലിയ മരങ്ങൾ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു ഇരുട്ട് അവിടെ തങ്ങി നിൽക്കുന്നു. നിലത്ത് പായൽ പിടിച്ച കല്ലുകൾ. വായുവിൽ പോലും നനഞ്ഞ മണ്ണിൻ്റെയും ദ്രവിച്ച ഇലകളുടെയും ഒരു പ്രത്യേക ഗന്ധം. ആ ജനലിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ആരെങ്കിലും എന്നെ അകത്തുനിന്ന് നോക്കുന്നുണ്ടോ? ആ അടഞ്ഞ ജനൽപ്പാളികൾക്ക് പിന്നിൽ ഇരുട്ടിൽ കണ്ണുകൾ തുറന്ന് ആരെങ്കിലും. പെട്ടെന്നാണ് മുകളിൽ നിന്ന് ഒരു കാക്ക കരഞ്ഞുകൊണ്ട് പറന്നുപോയത്. ഞാൻ ഞെട്ടിപ്പോയി. ആ നിമിഷം ജനലിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ നേർത്ത എന്നാൽ വ്യക്തമായൊരു ശബ്ദം കേട്ടു. ഒരു പാത്രത്തിൻ്റെ മൂടി താഴെ വീഴുന്ന ശബ്ദം. വീടിൻ്റെ ആ ഭാഗം വർഷങ്ങളായി തുറന്നിട്ടില്ല എന്നാണ് അമ്മൂമ്മ പറഞ്ഞത്. അവിടെ സാധനങ്ങളൊന്നുമില്ലെന്നും. പിന്നെങ്ങനെയാണ് അവിടെ നിന്ന് പാത്രം വീഴുന്ന ശബ്ദം കേൾക്കുന്നത്? ഞാൻ വേഗം അവിടെ നിന്ന് മാറി നടന്നു. വൈകുന്നേരമായതോടെ ആകാശം കറുത്തിരുണ്ടു. ഇടവപ്പാതി മഴയുടെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. കാറ്റ് ശക്തിയായി വീശി. തെങ്ങുകൾ തലയാട്ടി ഉലഞ്ഞു. ഇടിമുഴക്കം ദൂരെ നിന്ന് കേട്ടു തുടങ്ങി. സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്ത് അമ്മൂമ്മ പതിവിലും കൂടുതൽ നേരം പ്രാർത്ഥിക്കുന്നത് കണ്ടു. നാമജപങ്ങൾ ഉറക്കെ ചൊല്ലുന്നു. അതൊരു പ്രാർത്ഥന എന്നതിലുപരി
ഭയത്തെ അകറ്റി നിർത്താനുള്ള ഒരു കവചം പോലെ എനിക്ക് തോന്നി. രാത്രി 8 മണിയായപ്പോഴേക്കും കനത്ത മഴ തുടങ്ങി. ഓടിട്ട മേൽക്കൂരയിൽ പെരുമ്പറ കൊട്ടുന്നത് പോലെ മഴത്തുള്ളികൾ വീണു. ആ ശബ്ദത്തിൽ പുറത്തെ മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയുമായിരുന്നില്ല. അന്തരീക്ഷം ആകെ തണുത്തു. ഞങ്ങൾ അത്താഴം കഴിക്കാനിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. ഗ്രാമപ്രദേശങ്ങളിൽ മഴ പെയ്താൽ കറണ്ട് പോകുന്നത് പതിവാണ്. പക്ഷേ ഈ സമയത്ത് ഈ വീട്ടിൽ വെളിച്ചം പോയപ്പോൾ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. മെഴുകുതിരി എടുക്കാം. അമ്മുമ്മ എഴുന്നേറ്റു. മെഴുകുതിരിയുടെ മഞ്ഞ വെളിച്ചത്തിൽ ഞങ്ങളുടെ നിഴലുകൾ ഭിത്തിയിൽ വല്ലാതെ വലുതായി കാണപ്പെട്ടു. കാറ്റിൽ മെഴുകുതിരി നാളം ആടിയുലയുമ്പോൾ നിഴലുകളും നൃത്തം ചെയ്തു. ഇന്ന് നേരത്തെ കിടക്കാം, അമ്മുമ്മ പറഞ്ഞു. മഴയല്ലേ, തണുപ്പ് കൂടുതലാണ്. അമ്മുമ്മയ്ക്ക് എന്നെ നോക്കാൻ മടിയുള്ളതുപോലെ തോന്നി. ഇന്നലെ രാത്രിയിലെ ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മുറിയിലെത്തി. മെഴുകുതിരി ജനൽപ്പടിയിൽ വെച്ചു. മഴയുടെ ശക്തി കൂടി വരുന്നു. ജനൽപ്പാളികളിൽ മഴവെള്ളം അടിച്ചു വീഴുന്നുണ്ട്. ഞാൻ കട്ടിലിൽ കിടന്നു. സമയം നീങ്ങി. 9:30 കഴിഞ്ഞു. ഉറക്കം വരുന്നില്ല. ഇന്നലെ കേട്ട ശബ്ദം ഇന്നും വരുമോ എന്ന ചിന്തയായിരുന്നു മനസ്സിൽ. യുക്തിവാദമൊക്കെ പകൽ വെളിച്ചത്തിൽ മാത്രമേ നിലനിൽക്കൂ. ഇരുളായാൽ, അതും ഇത്തരം പഴയ വീടുകളിൽ, യുക്തിക്ക് സ്ഥാനമില്ല. പെട്ടെന്നാണ് മഴയുടെ ഇരമ്പലിനിടയിലും വ്യക്തമായി കേൾക്കാവുന്ന ഒരു ശബ്ദം വീടിൻ്റെ അകത്തുനിന്ന് കേട്ടത്. വടക്കേ മുറിയുടെ ഭാഗത്തു നിന്ന് ആരോ തടിയിൽ നഖം കൊണ്ട് ഉരസുന്ന ശബ്ദം. എലിയായിരിക്കും, ഞാൻ സമാധാനിച്ചു. പക്ഷെ ശബ്ദം തുടർന്നു. അത് ഒരേ താളത്തിലുള്ളതായിരുന്നു. എലികൾ അങ്ങനെ ചെയ്യില്ല. ഞാൻ മെഴുകുതിരി എടുത്ത് വാതിൽ തുറന്നു. ഹാൾ വിജനമാണ്. അമ്മുമ്മയുടെ മുറിയിൽ നിന്ന് വെളിച്ചമൊന്നും കാണാനില്ല. ശബ്ദം വടക്കേ മുറിയുടെ വാതിലിനടുത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് നടന്നു. എൻ്റെ കയ്യിലെ മെഴുകുതിരി വെളിച്ചം ആ പഴയ വാതിലിൽ വീണു. വാതിലിൻ്റെ താഴെ തറയോട് ചേർന്ന ഭാഗത്ത് പൊടി പിടിച്ച നിലത്ത് പുതുതായി ഉണ്ടായ ചില പാടുകൾ. ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിൻ്റെ പാടുകൾ. പക്ഷേ അത് മനുഷ്യൻ്റെ പാദമുദ്രകളായിരുന്നില്ല. ചെറിയ, എന്നാൽ മനുഷ്യൻ്റേതിനേക്കാൾ നീളമുള്ള വിരലുകളുള്ള പാടുകൾ. അതും നഗ്നപാദങ്ങൾ. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ഈ വീടിനുള്ളിൽ ഞാനും അമ്മൂമ്മയുമല്ലാതെ മറ്റാരോ ഉണ്ട്. അല്ലെങ്കിൽ മറ്റെന്തോ. ഞാൻ ആ പാടുകളിലേക്ക് തന്നെ നോക്കി നിൽക്കെ വടക്കേ മുറിയുടെ ഉള്ളിൽ നിന്ന് വാതിലിന് തൊട്ടു പിന്നിൽ നിന്ന് ഒരു ഞരക്കം കേട്ടു. ഒരു വൃദ്ധയുടെ ഞരക്കം. തുറക്ക്, എനിക്ക് ശ്വാസം മുട്ടുന്നു. എൻ്റെ കയ്യിലിരുന്ന മെഴുകുതിരി താഴെ വീണു. അത് കെട്ടുപോയി. ഞാൻ കൂരിരുട്ടിലായി. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടു, ആ അടഞ്ഞ വാതിലിൻ്റെ പിടിയിൽ, തുരുമ്പിച്ച ആ പിടിയിൽ അകത്തുനിന്ന് ആരോ പിടിച്ചു തിരിക്കുന്നു. പിടി മെല്ലെ കറങ്ങുകയാണ്. ഞാൻ അനങ്ങാൻ കഴിയാതെ തറഞ്ഞു നിന്നു. വാതിൽ അകത്തുനിന്നും പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ്. പക്ഷെ ആ പിടി തിരിയുന്നു. ആരോ അകത്ത് ബലമായി അത് തുറക്കാൻ ശ്രമിക്കുന്നു. ആരാ ഇവിടെ? എൻ്റെ ശബ്ദം വിറച്ചുപോയി. അകത്തുനിന്ന് മറുപടി വന്നു. ഞാൻ നിന്റെ അമ്മുമ്മയല്ലേ ഉണ്ണി? എന്നെ ഈ ഇരുട്ടിൽ ഇട്ടിട്ട് പോകല്ലേ. ശബ്ദം എൻ്റെ തൊട്ടടുത്തു നിന്നാണ് കേട്ടത് എന്ന് തോന്നും വിധം വ്യക്തമായിരുന്നു. എന്നാൽ അത് വന്നത് ആ പൂട്ടിയ മുറിക്കുള്ളിൽ നിന്നാണ്. ഞാൻ പിന്നോട്ട് മാറി. പെട്ടെന്ന് എന്തോ ഒന്നിൽ തട്ടി ഞാൻ വീഴാൻ പോയി. പിന്നിൽ ആരോ നിൽക്കുന്നു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. മിന്നൽ വെളിച്ചത്തിൽ ഞാൻ കണ്ടു, എൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് അമ്മുമ്മയാണ്. കയ്യിൽ ഒരു ചിമ്മിനി വിളക്കുമായി. അമ്മുമ്മയുടെ മുഖത്ത് ഭാവഭേദങ്ങളില്ല, വെറും ശൂന്യത. നീ എന്തിനാ ഉണ്ണി അവിടെ പോയത്? അമ്മുമ്മ ചോദിച്ചു. ശബ്ദത്തിന് വല്ലാത്തൊരു കാഠിന്യം. ഞാൻ പറഞ്ഞതല്ലേ അങ്ങോട്ട് പോകരുതെന്ന്. അമ്മുമ്മേ, അകത്താരോ. ഞാൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വാതിലിലേക്ക് ചൂണ്ടി. അമ്മുമ്മ അങ്ങോട്ട് നോക്കിയില്ല. അമ്മുമ്മയുടെ കണ്ണുകൾ എൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. അകത്താരുമില്ല ഉണ്ണി, നീ വാ. അമ്മുമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു. ആ പിടിക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു. ഇന്നലെ അമ്മുമ്മ എന്നെ തൊട്ടപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ തണുപ്പ്. മരവിച്ച ഐസ് പോലെ. അമ്മുമ്മ എന്നെ വലിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. നീ അങ്ങോട്ട് പോകരുത്, അവർ നിന്നെ വിളിക്കും, പലതും പറഞ്ഞു വിളിക്കും, പോകരുത്. അമ്മുമ്മ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു.
ഞാൻ അമ്മൂമ്മയുടെ മുഖത്തേക്ക് നോക്കി. വിളക്കിൻ്റെ വെളിച്ചത്തിൽ ആ മുഖം വികൃതമായതുപോലെ തോന്നി. നിഴലുകൾ വീണതുകൊണ്ടാവാം. പക്ഷെ ആ നിമിഷം എനിക്ക് മറ്റൊരു സംശയം തോന്നി. ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ അമ്മുമ്മ തന്നെയാണോ? അതോ ഇന്നലെ രാത്രി ജനലിന് പുറത്തുനിന്ന് എന്നെ വിളിച്ച ആ ശബ്ദത്തിൻ്റെ ഉടമയാണോ? കാരണം അമ്മുമ്മ നടക്കുമ്പോൾ തറയിൽ കാൽപ്പാടുകൾ ഉണ്ടാകുന്നില്ല. അമ്മുമ്മയുടെ ഉടുപ്പിൽ നിന്ന് ഒരു വല്ലാത്ത ഗന്ധം വരുന്നുണ്ടായിരുന്നു. പഴകിയ പെട്ടി തുറക്കുമ്പോൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ വാടിയ പൂക്കളുടെ ഗന്ധം. ഞാൻ അമ്മുമ്മയുടെ കയ്യിലെ പിടി വിടുവിക്കാൻ നോക്കി. പക്ഷെ അമ്മുമ്മ വിട്ടില്ല. ഉറങ്ങാൻ നോക്കുണ്ണി, സമയം വൈകി. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിൽ കയറി വാതിലടച്ചെങ്കിലും അമ്മുമ്മയുടെ ആ നോട്ടവും ആ തണുത്ത സ്പർശവും എന്നെ വേട്ടയാടി. പുറത്ത് മഴ തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലെന്താണ് സംഭവിക്കുന്നത്? അമ്മുമ്മ എന്താണ് മറയ്ക്കുന്നത്? എനിക്ക് ഉത്തരം കണ്ടെത്തണമായിരുന്നു. വെറുതെ ഭയന്നിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ടോർച്ച് എടുത്തു. സമയം പുലർച്ചെ 2 മണി. വീട് നിശബ്ദമാണ്. അമ്മുമ്മ ഉറങ്ങിക്കാണും. ഞാൻ പതിയെ മുറി തുറന്ന് പുറത്തിറങ്ങി. ഹാളിലൂടെ നടന്ന് നടുമുറ്റത്തിന് വശത്തുള്ള പഴയ ലൈബ്രറി മുറിയിലേക്ക് പോയി. അവിടെ മുത്തശ്ശൻ്റെ പഴയ സാധനങ്ങളും പുസ്തകങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ചരിത്രമറിയാൻ അവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ല. ലൈബ്രറി മുറിയിൽ നിറയെ പൊടിയാണ്. ചിലന്തി വലകൾ മുഖത്ത് വന്നടിക്കുന്നു. ഞാൻ ടോർച്ച് വെളിച്ചത്തിൽ അലമാരകൾ പരിശോധിച്ചു. പഴയ രാമായണവും മഹാഭാരതവും, പിന്നെ കുറേ ആധാരങ്ങളും കണക്ക് പുസ്തകങ്ങളും. അവസാനം ഒരു മരപ്പെട്ടിയുടെ അടിയിൽ നിന്ന് തുകൽ ചട്ടയിട്ട ഒരു പഴയ ഡയറി എനിക്ക് കിട്ടി. മുത്തശ്ശൻ്റെ ഡയറിയാണ്. 1895 ഡയറി. ഞാനത് തുറന്നു. താളുകൾ മഞ്ഞച്ചിരുന്നു. മഷി പടർന്നിട്ടുണ്ട്. ഞാൻ ആകാംക്ഷയോടെ വായിക്കാൻ തുടങ്ങി. ദിവസേനയുള്ള കണക്കുകളും കാര്യങ്ങളും മാത്രമാണ് ആദ്യത്തെ താളുകളിൽ. പക്ഷേ ഒക്ടോബർ മാസത്തിലെ താളുകളിൽ കാര്യങ്ങൾ മാറുന്നു. ഒക്ടോബർ 12. വടക്കേ മുറിയിൽ നിന്ന് ഇന്നലെ രാത്രിയും കരച്ചിൽ കേട്ടു. ദേവകി ഭയന്നിരിക്കുകയാണ്. ദേവകി, അമ്മുമ്മയുടെ പേര്. ഞാൻ ബാക്കി വായിച്ചു. അവളോട് സത്യം പറയാൻ എനിക്ക് കഴിയുന്നില്ല. ആ മുറിയിൽ നമ്മൾ ചെയ്തത് പാപമാണ്. അത് നമ്മളെ വിട്ടുപോകില്ല. എൻ്റെ കൈകൾ വിറച്ചു. എന്താണ് അവർ ചെയ്ത പാപം? ഞാൻ അടുത്ത താളിലേക്ക് മറിച്ചു. ഒക്ടോബർ 15. അവൾ തിരിച്ചു വന്നു. ഞാൻ വിചാരിച്ചത് അവൾ മരിച്ചുപോയി എന്നാണ്. പക്ഷെ അവൾ തിരിച്ചു വന്നു. രാത്രികളിൽ അവൾ വാതിലിൽ മുട്ടുന്നു. ഉണ്ണിയെ അവൾ ചോദിക്കുന്നു. അത് വായിച്ചത് ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഉണ്ണി, എൻ്റെ അച്ഛൻ്റെ പേര്. അച്ഛൻ അന്ന് കുട്ടിയായിരുന്നു. ഞാൻ തുടർന്ന് വായിച്ചു. അവൾക്ക് ഉണ്ണിയെ വേണം. ഞാൻ എന്തു ചെയ്യും? ആ മുറി എന്നേക്കുമായി പൂട്ടുകയല്ലാതെ വേറെ വഴിയില്ല. ഞാൻ വായന നിർത്തി. ആരാണ് ഈ അവൾ? അച്ഛനെ അന്വേഷിച്ചു വന്ന ആ സ്ത്രീ ആരാണ്? ഡയറിയുടെ അവസാനത്തെ താളുകളിൽ മുത്തശ്ശൻ്റെ കൈപ്പട വല്ലാതെ വിറച്ചിരുന്നു. നവംബർ 1. ഇന്നലെ പൂജാരി വന്ന് ബന്ധിച്ചു. വടക്കേ മുറിയിലെ ജനലുകളും വാതിലുകളും ഇനി തുറക്കപ്പെടരുത്. തുറന്നാൽ അവൾ പുറത്തു വരും. പിന്നെ ഈ തറവാട്ടിൽ ആരും ബാക്കിയുണ്ടാകില്ല. ദേവകിയോട് ഞാൻ പറഞ്ഞു ആ മുറിയിൽ ആരുമില്ലെന്ന്. അവൾ വിശ്വസിച്ചോ എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൾ മരിച്ചിട്ടില്ല. അവൾ കാത്തിരിക്കുകയാണ്, ആരെങ്കിലും ആ വാതിൽ തുറക്കുന്നതും കാത്ത്. ഞാൻ ഡയറി മടക്കി. എൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു. അപ്പോൾ ആ മുറിയിൽ ശരിക്കും എന്തോ ഉണ്ട്. മുത്തശ്ശൻ ഭയന്ന, അമ്മുമ്മ ഒളിച്ചു വയ്ക്കുന്ന എന്തോ ഒന്ന്. അവൾ ആരാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവൾക്ക് വേണ്ടത് ഉണ്ണിയെയാണ്. എൻ്റെ അച്ഛൻ്റെ പേരും ഉണ്ണിയെന്നാണ്. എൻ്റെ പേരും ഉണ്ണിയെന്ന് തന്നെ. അവൾ തേടുന്നത് എന്നെയാണോ? പെട്ടെന്ന് ലൈബ്രറി മുറിയിലെ വാതിലിൽ ഒരു നിഴൽ വീണു. ഞാൻ ടോർച്ച് അങ്ങോട്ട് തെളിച്ചു. ആരുമില്ല. പക്ഷേ തറയിൽ നേരത്തെ കണ്ട അതേ ചെറിയ കാൽപ്പാടുകൾ, നനഞ്ഞ കാൽപ്പാടുകൾ. അത് ലൈബ്രറി മുറിയിലേക്ക് കയറി വന്നിരിക്കുന്നു. അതെൻ്റെ കസാരയ്ക്ക് നേരെ വരുന്നു. ഞാൻ ചാടി എഴുന്നേറ്റു. ടോർച്ച് വെളിച്ചം എനിക്ക് ചുറ്റും വീശിയടിച്ചു. എൻ്റെ തൊട്ടടുത്ത് പുസ്തകാലമാരയുടെ മുകളിൽ ഇരുളിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ എന്നെ നോക്കി നിൽക്കുന്നു. അതൊരു പൂച്ചയല്ല, മൃഗമല്ല.
അതൊരു മനുഷ്യരൂപത്തിൻ്റെ നിഴലായിരുന്നു. മുടി അഴിച്ചിട്ട, മുഖം വ്യക്തമല്ലാത്ത ഒരു രൂപം. ഉണ്ണി, ആ രൂപം ചുണ്ടനക്കാതെ വിളിച്ചു. നീ സത്യമറിഞ്ഞോ? എങ്കിൽ ഇനി നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. ആ രൂപം അലമാരയിൽ നിന്ന് താഴേക്കിറങ്ങി. അത് നിലത്ത് തൊട്ടപ്പോൾ ശബ്ദമുണ്ടായില്ല. അത് എൻ്റെ അടുത്തേക്ക് ഒഴുകി വരികയായിരുന്നു. ഞാൻ ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാതിലിലേക്ക് ഓടി. വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മുമ്മയുമായി കൂട്ടിയിടിച്ചു. അമ്മുമ്മ വിളക്കുമായി നിൽക്കുന്നു. അമ്മുമ്മേ, അവിടെ ലൈബ്രറിയിൽ. ഞാൻ കിതച്ചു. അമ്മുമ്മ എൻ്റെ കയ്യിലെ ഡയറിയിലേക്ക് നോക്കി. അമ്മുമ്മയുടെ മുഖം മാറി. ദേഷ്യവും സങ്കടവും ഭയവും ഇടകലർന്ന ഒരു ഭാവം. നീ അത് വായിച്ചോ? അമ്മുമ്മ ചോദിച്ചു. അമ്മുമ്മേ, ആരാണത്? ആരാണ് ആ വടക്കേ മുറിയിൽ? അമ്മുമ്മ വിളക്ക് തറയിൽ വെച്ചു. എന്നിട്ട് എൻ്റെ തോളിൽ പിടിച്ചു. അത് നിന്റെ അപ്പച്ചിയാണ്, എൻ്റെ അനുജത്തി, വർഷങ്ങൾക്ക് മുമ്പ് കാണാതായവൾ. അപ്പച്ചിയോ? പക്ഷേ മുത്തശ്ശി എന്നെഴുതിയിരിക്കുന്നത്. ഞാൻ ഡയറി മുറുകെ പിടിച്ചു. അതെ. അമ്മുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മരിച്ചിട്ടില്ല. അവൾക്ക് ഭ്രാന്തായിരുന്നു. ഉണ്ണിയെ, നിന്റെ അച്ഛനെ അവൾക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷെ ആ സ്നേഹം ഒടുവിൽ ഉപദ്രവമായി മാറി. അതുകൊണ്ട് മുത്തശ്ശൻ അവളെ ആ മുറിയിൽ പൂട്ടിയിട്ടു. അവൾ അവിടെ കിടന്ന്. അമ്മുമ്മ പറഞ്ഞു നിർത്തി. അവൾ അവിടെ കിടന്ന് മരിച്ചോ? ഞാൻ ചോദിച്ചു. അമ്മുമ്മ തലയാട്ടി. ഇല്ല, അവൾ മരിച്ചിട്ടില്ല. ഒരു ദിവസം നോക്കിയപ്പോൾ ആ മുറിയിൽ ആരുമില്ല. ജനലും വാതിലും അടച്ചുപൂട്ടിയിരുന്നു. പക്ഷേ അവൾ അപ്രത്യക്ഷയായി. അന്നു മുതൽ ആ മുറിയിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാം. അവൾ പോയിട്ടില്ല ഉണ്ണി. അവൾ ആ മുറിയുടെ ഭിത്തിക്കുള്ളിൽ ഇരുട്ടിൽ എവിടെയോ ഉണ്ട്. അമ്മുമ്മ പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് വടക്കേ മുറിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു പൊട്ടിച്ചിരി കേട്ടു. വീട് മുഴുവൻ കുലുങ്ങുന്നത് പോലെയുള്ള ചിരി. അത് മനുഷ്യൻ്റേതായിരുന്നില്ല. ഹാളിലെ വലിയ ഘടികാരം വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി. മണിനാദം നിർത്താതെ മുഴങ്ങി. അമ്മുമ്മ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഓടിക്കൂ ഉണ്ണി, അവൾ പുറത്തിറങ്ങി. അവൾക്ക് നിന്നെ കിട്ടി. ഞങ്ങൾ വാതിലിന് നേരെ ഓടാൻ തിരിഞ്ഞപ്പോൾ കണ്ടു, പ്രധാന വാതിൽ തുറന്നു കിടക്കുന്നു. പുറത്ത് മഴയുടെ പശ്ചാത്തലത്തിൽ പടിപ്പുരയിൽ ഒരാൾ നിൽക്കുന്നു. കയ്യിലൊരു കുടയുമായി മഴയത്ത് നനയാതെ നിൽക്കുന്ന ഒരു രൂപം. അത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ മരവിച്ചുപോയി. അത് ഞാനായിരുന്നു. എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരാൾ. അവൻ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി, നീ അകത്താണോ? അപ്പോൾ ഞാൻ ആരാണ്? ഞാൻ എൻ്റെ അരികിൽ നിൽക്കുന്ന അമ്മുമ്മയെ നോക്കി. അമ്മുമ്മ ഭയത്തോടെ ആ രൂപത്തെ നോക്കുന്നു. യഥാർത്ഥ ഭയം അതല്ലായിരുന്നു. എൻ്റെ അരികിൽ നിൽക്കുന്ന അമ്മുമ്മയുടെ നിഴൽ. അത് ഭിത്തിയിൽ വീഴുന്നില്ലായിരുന്നു. എൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വരാൻ മടിച്ചു. മുന്നിൽ പടിപ്പുരയിൽ മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന എൻ്റെ തന്നെ രൂപം. അരികിൽ ഭിത്തിയിൽ നിഴൽ വീഴ്ത്താത്ത അമ്മുമ്മ. യുക്തിയും വിശ്വാസവും തമ്മിലുള്ള സാങ്കല്പിക നൂൽപ്പാലത്തിലൂടെ ഞാൻ ആടിയുലയുകയായിരുന്നു. പടിപ്പുരയിൽ നിൽക്കുന്ന എൻ്റെ രൂപം മെല്ലെ ഉമ്മറത്തേക്ക് കയറി. അവൻ്റെ വസ്ത്രങ്ങൾ നനഞ്ഞ് ശരീരത്തോട് ഒട്ടിയിരിക്കുന്നു. മുടിയിൽ നിന്ന് വെള്ളം തുള്ളികളായി താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷെ അവൻ്റെ മുഖത്തെ ചിരി, അതൊരു മനുഷ്യൻ്റേതായിരുന്നില്ല. അത് വെറും ഒരു മാസ്ക് വെച്ചതുപോലെ കണ്ണുകളിൽ ജീവനില്ലാത്ത ഒരു ചിരിയായിരുന്നു. നീ ആരാണ്? എൻ്റെ അരികിൽ നിൽക്കുന്ന അമ്മുമ്മ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ഉമ്മറത്ത് നിന്ന രൂപം തല വെട്ടിച്ചു. അമ്മുമ്മേ, ഇത് ഞാനല്ലേ, ഉണ്ണി. അമ്മുമ്മ എന്നെ മറന്നോ? അവൻ്റെ ശബ്ദം, അതെൻ്റെ ശബ്ദം തന്നെയായിരുന്നു. എൻ്റെ ശബ്ദത്തിലെ ഓരോ ചെറിയ വ്യതിയാനങ്ങൾ പോലും അവൻ അനുകരിച്ചിരുന്നു. ഞാൻ ഭയത്തോടെ പിന്നോട്ട് മാറി. എൻ്റെ കയ്യിലിരുന്ന വിളക്ക് വിറച്ചു. പെട്ടെന്ന് എൻ്റെ അരികിൽ നിന്ന അമ്മുമ്മ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. ഉണ്ണി, അത് വിശ്വസിക്കരുത്. അത് മായയാണ്. വാതിലടയ്ക്കൂ. പക്ഷെ ഞാൻ അമ്മുമ്മയുടെ കൈ തട്ടിമാറ്റി. കാരണം ആ സ്പർശനത്തിന് ഒരു ശവക്കല്ലറയുടെ തണുപ്പായിരുന്നു. ഞാൻ അമ്മുമ്മയുടെ പാദങ്ങളിലേക്ക് നോക്കി. തറയിൽ വീഴുന്ന വെളിച്ചത്തിൽ അമ്മുമ്മയുടെ കാലുകൾ തറയിൽ സ്പർശിക്കുന്നില്ല എന്നെനിക്ക് തോന്നി. ഒരു നേരിയ വിടവ് വായുവിൽ ഒഴുകി നിൽക്കുന്നതുപോലെ. നീയും
നീയും സത്യമല്ല. ഞാൻ പിറുപിറുത്തു. ആ നിമിഷം കാറ്റ് ശക്തിയായി വീശി. എൻ്റെ കയ്യിലിരുന്ന വിളക്ക് കെട്ടുപോയി. വീട് പൂർണ്ണമായും ഇരുട്ടിലായി. ഇരുട്ടിൽ നിന്ന് രണ്ടു വശത്തു നിന്നും എനിക്ക് നേരെ ചുവടുകൾ വയ്ക്കുന്ന ശബ്ദം. നനഞ്ഞ പാദങ്ങൾ തറയിൽ പതിയുന്ന ശബ്ദം ഉമ്മറത്തു നിന്ന്. ഉടുപ്പുരസുന്ന ശബ്ദം എൻ്റെ അരികിൽ നിന്ന്. ഉണ്ണി. രണ്ടുപേരും ഒരേ സമയം വിളിച്ചു. ആ വിളി എൻ്റെ ചെവികൾക്കുള്ളിൽ മുഴങ്ങി. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഞാൻ കൈകൾ കൊണ്ട് ചെവി പൊത്തി അലറിക്കരഞ്ഞുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് ഓടി. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഞാൻ മുറിയുടെ വാതിലിൻ്റെ പിടി കണ്ടെത്തി. അകത്ത് കയറി വാതിലടച്ചു, കുറ്റിയിട്ടു. എന്നിട്ടും സമാധാനം കിട്ടിയില്ല. മേശയ്ക്കരികിലിരുന്ന കനത്ത കസാര വലിച്ചുകൊണ്ടുവന്ന് വാതിലിനോട് ചേർത്ത് വെച്ചു. ഞാൻ കട്ടിലിൻ്റെ മൂലയിൽ ചുരുണ്ടുകൂടി. പുറത്ത് ഇടനാഴിയിൽ നിശബ്ദതയായിരുന്നു. മഴയുടെ ശബ്ദം മാത്രം. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു ശ്വാസോച്ഛ്വാസം കേട്ടു. ആരോ വാതിലിനോട് ചേർന്ന് നിന്ന് അകത്തേക്ക് ചെവി ഓർക്കുകയാണ്. തുറക്കുണ്ണി. ഞാൻ പോയി. അതുപോയി. അമ്മുമ്മയുടെ ശബ്ദം. വളരെ ശാന്തമായ സ്നേഹം നിറഞ്ഞ ശബ്ദം. എനിക്ക് പേടിയാവുന്നു ഉണ്ണി. നീ ഒന്ന് വാതിൽ തുറക്ക്. ഞാൻ മറുപടി പറഞ്ഞില്ല. എൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം ആരുടേതാണ്? ആ അപരൻ്റേതോ അതോ ലൈബ്രറിയിൽ കണ്ട രൂപത്തിൻ്റെയോ? ഈ വീട്ടിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നുമില്ലെന്ന് എനിക്ക് ബോധ്യമായി. സമയം കടന്നുപോയി. പുറത്തെ ശബ്ദങ്ങൾ നിലച്ചു. ഞാൻ ഉറങ്ങിയില്ല. ഓരോ നിമിഷവും വാതിൽക്കലേക്ക് നോക്കി. അത് തുറന്നു വരുമോ എന്ന് ഭയന്ന് ഞാൻ നേരം വെളുപ്പിച്ചു. ജനലിലൂടെ വെളിച്ചം വരുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. രാത്രിയിലെ പേടി സ്വപ്നങ്ങൾ പകൽ വെളിച്ചത്തിൽ അലിഞ്ഞു പോകുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് ശാന്തമായില്ല. ഞാൻ മെല്ലെ കസാര മാറ്റി വാതിൽ തുറന്നു. ഇടനാഴി വിജനമാണ്. എല്ലാം സാധാരണ പോലെ. ഞാൻ ഹാളിലേക്ക് നടന്നു. ഇന്നലെ രാത്രി വിളക്ക് വീണ് കിടന്ന സ്ഥലത്ത് ഇപ്പോൾ ഒന്നുമില്ല. തറ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. അമ്മൂമ്മ അവിടെ ദോശയ്ക്കുള്ള മാവ് അരയ്ക്കുന്നു. രാവിലെ കുളിച്ചു വന്ന് നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് പതിവ് പോലെ ശാന്തയായി അമ്മൂമ്മ ഇരിക്കുന്നു. എന്നെ കണ്ടതും അമ്മൂമ്മ ചിരിച്ചു. എഴുന്നേറ്റോ? കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. നീ ഇന്നലെ എപ്പോഴാ കിടന്നത്? വിളിച്ചിട്ട് വിളി കേട്ടില്ലല്ലോ. ഞാൻ സ്തംഭിച്ചു പോയി. അമ്മൂമ്മേ, ഇന്നലെ രാത്രി... എന്തു പറയണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. ഇന്നലെ രാത്രി എന്തു പറ്റി? അമ്മൂമ്മ നിഷ്കളങ്കമായി ചോദിച്ചു. നല്ല മഴയായിരുന്നില്ലേ? കറണ്ട് പോയി. നീ നേരത്തെ കിടന്നുറങ്ങിയില്ലേ? എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു. അമ്മൂമ്മ അഭിനയിക്കുകയാണോ? അമ്മൂമ്മേ, ഇന്നലെ ലൈബ്രറിയിൽ വെച്ച് പിന്നെ ആ അപരൻ... അമ്മൂമ്മ എന്നെ വിചിത്രമായി നോക്കി. നീ എന്ത് സ്വപ്നമാ കണ്ടതുണ്ണി? ലൈബ്രറി പൂട്ടിയിട്ട് വർഷങ്ങളായി. അതിൻ്റെ താക്കോൽ പോലും എൻ്റെ കയ്യിലില്ല. പിന്നെ നീ എങ്ങനെ അവിടെ കയറാനാണ്? അമ്മൂമ്മയുടെ വാക്കുകളിൽ സത്യസന്ധതയുണ്ടായിരുന്നു. ഞാൻ അവിശ്വസനീയതയോടെ നോക്കി. ഞാൻ വേഗം ലൈബ്രറിയുടെ അടുത്തേക്ക് ഓടി. അമ്മൂമ്മ പറഞ്ഞത് ശരിയാണ്. ആ വാതിൽ വലിയൊരു ഇരുമ്പ് പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നു. പൂട്ടിനു മുകളിൽ പൊടി പിടിച്ചിട്ടുണ്ട്. അത് അടുത്തൊന്നും തുറന്ന ലക്ഷണമില്ല. എങ്കിൽ ഇന്നലെ രാത്രി ഞാൻ കണ്ടതോ? ആ ഡയറി. പക്ഷേ ആ ഡയറി... ഞാൻ പിറുപിറുത്തു. ഇന്നലെ രാത്രി ഞാൻ മുറുകെ പിടിച്ചിരുന്ന മുത്തശ്ശൻ്റെ ഡയറി കാണാനില്ല. ഞാൻ തിരികെ എൻ്റെ മുറിയിൽ ചെന്ന് നോക്കി. കട്ടിലിനടിയിലും മേശപ്പുറത്തും നോക്കി. ഇല്ല, ഡയറി അപ്രത്യക്ഷമായിരിക്കുന്നു. എല്ലാം എൻ്റെ തോന്നലായിരുന്നോ? അതോ ഈ വീടെന്നോട് കളിക്കുകയാണോ? ഞാൻ ഉമ്മറത്തേക്കിറങ്ങി. ഇന്നലെ രാത്രി ഞാൻ എന്നവകാശപ്പെട്ട ആ രൂപം നിന്ന സ്ഥലം. അവിടെ കരിങ്കൽ പടവുകളിൽ ഉണങ്ങാത്ത ചെളിയുടെ പാടുകളുണ്ടായിരുന്നു. മഴവെള്ളം കലർന്ന ചെളി. അത് എൻ്റെ ചെരുപ്പിൻ്റെ അളവിലുള്ള പാടുകൾ തന്നെയായിരുന്നു. പക്ഷെ ആ പാടുകൾ പടിപ്പുരയിൽ നിന്ന് അകത്തേക്ക് കയറുന്ന രീതിയിലല്ല, മറിച്ച് വീടിനകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലായിരുന്നു. അതിനർത്ഥം ആ രൂപം പുറത്തുനിന്ന് വന്നതല്ല, അത് ഈ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ തല പെരുക്കാൻ തുടങ്ങി. ഞാൻ വേലിക്കടുത്തേക്ക് നടന്നു. അവിടെ ശങ്കരൻ മാമൻ റബ്ബർ ഷീറ്റ് ഉണക്കാനിടുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ മാമൻ കൈവീശി. ഞാൻ വേലിക്കരികിലേക്ക് ചെന്നു. മാമ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
ചോദിച്ചോ കൂട്ടാ, നിഷ്കളങ്കമായ ചിരിയോടെ മാമൻ പറഞ്ഞു. എൻ്റെ അപ്പച്ചിയെക്കുറിച്ച് മാമൻ എന്തറിയാം? ശങ്കരൻ മാമൻ്റെ കൈകൾ നിശ്ചലമായി. മുഖത്തെ ചിരി മാഞ്ഞു. അതൊക്കെ പഴയ കഥകളല്ലേ. അല്ല മാമ, എനിക്കറിയണം, അപ്പച്ചിക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകളുണ്ടായിരുന്നോ? മാമൻ ചുറ്റും നോക്കി. ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. കഴിവ് എന്ന് പറയാമോ എന്നറിയില്ല, പക്ഷേ വസുമതിക്ക്, അതായത് നിന്റെ അപ്പച്ചിക്ക്, ഒരു വിചിത്ര സ്വഭാവമുണ്ടായിരുന്നു. അവൾക്ക് ശബ്ദങ്ങൾ അനുകരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ശബ്ദങ്ങൾ അനുകരിക്കാനോ? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതെ, മിമിക്രി പോലെ. ആരുടെ ശബ്ദം കേട്ടാലും അവളത് അതേപോലെ പറയും. കുട്ടിക്കാലത്ത് അതൊരു രസമായിരുന്നു. പക്ഷെ വലുതായപ്പോൾ, അവൾക്ക് സുഖമില്ലാതായപ്പോൾ അത് പേടിപ്പെടുത്തുന്ന ഒന്നായി മാറി. അവൾ ചിലപ്പോൾ നിന്റെ മുത്തശ്ശൻ്റെ ശബ്ദത്തിൽ സംസാരിക്കും, ചിലപ്പോൾ അമ്മുമ്മയുടെ ശബ്ദത്തിൽ. മുറിയിൽ അടച്ചിട്ടാൽ അവൾ പലരുടെയും ശബ്ദത്തിൽ കരയുകയും ചിരിക്കുകയും ചെയ്യുമായിരുന്നു. മാമൻ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ നെഞ്ചിൽ തറച്ചു. ഇന്നലെ രാത്രി ഞാൻ കേട്ട എൻ്റെ ശബ്ദം, അമ്മുമ്മയുടെ ശബ്ദം, അത് അമ്മുമ്മയല്ല, അത് അപരനുമല്ല, അത് അവളായിരുന്നു. ഈ വീടിൻ്റെ ചുവരുകളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന അവൾ. മാമ, അപ്പച്ചി മരിച്ചോ? ഞാൻ വിറയലോടെ ചോദിച്ചു. ശങ്കരൻ മാമൻ ദീർഘശ്വാസം വിട്ടു. മരിച്ചു എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. ശവസംസ്കാരം നടത്തിയെന്നും പറഞ്ഞു. പക്ഷെ അന്നൊരു കാര്യം നാട്ടിൽ പാട്ടായിരുന്നു. ചുടലപ്പറമ്പിൽ നിന്ന് കിട്ടിയ ചിതാഭസ്മത്തിന് ഒരു പൂച്ചയുടെ എല്ലിൻ്റെ വലുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. സത്യം ആർക്കറിയാമുണ്ണി. പക്ഷെ ഒന്നുണ്ട്, ആ വടക്കേ മുറി, അത് വെറുതെ പൂട്ടിയതല്ല. അതിനുള്ളിൽ എന്തോ ഉണ്ട്. അത് പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ്. മാമൻ പോയി കഴിഞ്ഞിട്ടും ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പച്ചി മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ്? ഞാൻ വീടിന് നേരെ നോക്കി. ഉച്ചവെയിലിൽ വീട് ശാന്തമായി ഉറങ്ങുന്നത് പോലെ തോന്നി. പക്ഷേ എനിക്കറിയാമായിരുന്നു, ആ ശാന്തതയ്ക്കിടയിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഞാൻ വീണ്ടും വടക്കേ വശത്തേക്ക് നടന്നു. ഇത്തവണ പകൽ വെളിച്ചത്തിൻ്റെ ധൈര്യത്തിൽ. വടക്കേ മുറിയുടെ ജനൽ. കഴിഞ്ഞ ദിവസം പാത്രം വീഴുന്ന ശബ്ദം കേട്ട സ്ഥലം. ഞാൻ ആ ജനലിനോട് ചേർന്ന് നിന്നു. അകത്ത് കൂരിരുട്ടാണ്. വിടവിലൂടെ നോക്കിയാൽ ഒന്നും കാണില്ല. പക്ഷേ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ജനലിൻ്റെ ഗ്ലാസിൽ, അകത്തുനിന്ന് പൊടി പിടിച്ച ഗ്ലാസിൽ ആരോ വിരലുകൊണ്ട് എഴുതിയിരിക്കുന്നു. തലതിരിച്ചു വായിച്ചാൽ അത് ഇങ്ങനെയായിരുന്നു: ഞാൻ ഇവിടെയില്ല. അക്ഷരങ്ങൾക്ക് താഴെ പുതിയതായി വരച്ച ഒരു ചിത്രം, ഒരു കിണറിൻ്റെ ചിത്രം. ഈ വീടിൻ്റെ തെക്കേ മുറ്റത്തുള്ള ആ പഴയ കിണർ. എൻ്റെ ഉള്ളിൽ വീണ്ടും ഭയം അലയടിച്ചു. അവൾ മുറിയിലില്ലെങ്കിൽ അവൾ കിണറ്റിലാണോ? അതോ കിണർ വേറെന്തെങ്കിലും സൂചനയാണോ? ആ സമയം അടുക്കള ഭാഗത്തു നിന്ന് അമ്മുമ്മയുടെ വിളി വന്നു. ഉണ്ണി, ഊണ് കഴിക്കാൻ വാ. ആ ശബ്ദം, അത് അടുക്കളയിൽ നിന്നല്ല വന്നത്. അത് വന്നത് തെക്കേ മുറ്റത്തെ ആ പഴയ കിണറിനുള്ളിൽ നിന്നായിരുന്നു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. അടുക്കളയിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. അവിടെ അമ്മുമ്മ ഉണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ കിണറ്റിൽ നിന്ന് കേട്ടത് അതേ ശബ്ദമാണ്. ഒരേ സമയം രണ്ടമ്മൂമ്മമാർ. ഒരാൾ അടുക്കളയിൽ, ഒരാൾ കിണറ്റിൽ. ആരാണ് യഥാർത്ഥത്തിലുള്ള അമ്മൂമ്മ? അതോ ഇവർ രണ്ടുപേരും അവൾ സൃഷ്ടിക്കുന്ന മായയാണോ? ഞാൻ കിണറിന് നേരെ നടക്കാൻ തുടങ്ങി. കാലുകൾക്ക് വല്ലാത്ത ഭാരം തോന്നി. ഓരോ ചൂട് വയ്ക്കുമ്പോഴും ആരോ എന്നെ പിന്നോട്ട് വലിക്കുന്നതുപോലെ. കിണറിൻ്റെ ആൾമറയ്ക്ക് മുന്നിൽ ഒരു വലിയ പഴയ തൊട്ടിയിരിക്കുന്നു. ഞാൻ അതിലേക്ക് എത്തി നോക്കി. കിണറിന് നല്ല ആഴമുണ്ട്. താഴെ വെള്ളം കറുത്തിരുണ്ട് കിടക്കുന്നു. ആ വെള്ളത്തിൽ എൻ്റെ പ്രതിബിംബം കാണാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ വെള്ളത്തിൽ കണ്ടത് എൻ്റെ മുഖമല്ലായിരുന്നു. വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കി ചിരിക്കുന്ന മുടിയഴിച്ചിട്ട ഒരു സ്ത്രീയുടെ മുഖം. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ ചുണ്ടുകൾ അനക്കി. വെള്ളത്തിനു മുകളിൽ കുമിളകൾ വരുന്നതുപോലെ ശബ്ദം വന്നു. തുറന്നുവിട്ടതിന് നന്ദി ഉണ്ണി. കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് ആ മുഖം മാഞ്ഞുപോയിട്ടും ആ വാക്കുകൾ എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. തുറന്നുവിട്ടതിന് നന്ദി. ഞാൻ വേച്ചുപോയി. കിണറിൻ്റെ ആൾമറയിൽ പിടിച്ചു നിന്നതുകൊണ്ട് മാത്രം താഴെ വീണില്ല. വെള്ളം പഴയതുപോലെ കറുത്തിരുണ്ട് കിടക്കുന്നു. ഒരു ഓളമോ കുമിളയോ ഇല്ല. എല്ലാം എൻ്റെ തോന്നലായിരുന്നോ?
അതോ ആഴങ്ങളിൽ എന്തോ ഒന്ന് ഉണർന്നതോ? ഞാൻ കിണറ്റിൻകരയിൽ നിന്ന് പിന്നോട്ട് മാറി വീടിന് നേരെ ഓടി. അടുക്കളയിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. ഞാൻ കിതച്ചുകൊണ്ട് അടുക്കളവാതിലിലെത്തി. അമ്മൂമ്മ അവിടെയുണ്ട്. തറയിൽ പലകയിലിരുന്ന് തേങ്ങ ചിരകുന്നു. ചിരവിയുടെ ശബ്ദം. വളരെ സ്വാഭാവികമായ ഗ്രാമീണമായ ഒരു കാഴ്ച. എൻ്റെ നെഞ്ചിടിപ്പ് കുറച്ചൊന്നു കുറഞ്ഞു. അമ്മുമ്മേ, ഞാൻ വിളിച്ചു. അമ്മുമ്മ ചിറകുന്നത് നിർത്തി എന്നെ നോക്കി. എന്താ ഉണ്ണി, നീ എവിടെ നിന്നാ ഓടി വരുന്നത്? മുഖമെല്ലാം വിയർത്തിരിക്കുന്നല്ലോ. ആ ശബ്ദം, അത് സാധാരണമാണ്, സ്നേഹം നിറഞ്ഞതാണ്. പക്ഷെ എൻ്റെ മനസ്സ് വിശ്വസിക്കാൻ തയ്യാറായില്ല. അമ്മുമ്മ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നോ ഊണ് കഴിക്കാൻ? അമ്മുമ്മ നെറ്റി ചുളിച്ചു. ഇല്ലല്ലോ, ചോറ് വെന്തതേയുള്ളൂ. ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്താ? എൻ്റെ രക്തം മരവിച്ചു. അപ്പോൾ കിണറ്റിൽ നിന്ന് കേട്ട ശബ്ദം അതവൾ തന്നെയായിരുന്നു. ഞാൻ അടുക്കളയുടെ തിണ്ണയിലിരുന്നു. എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് തോന്നി. അമ്മുമ്മേ, എനിക്കറിയാം അപ്പച്ചിയെക്കുറിച്ച്, ആ വടക്കേ മുറിയിലെ രഹസ്യത്തെക്കുറിച്ച്. അമ്മുമ്മയുടെ കയ്യിലെ തേങ്ങ താഴെ വീണു. അതുരുണ്ടുപോയി മൂലയിൽ തട്ടി നിന്നു. അമ്മുമ്മയുടെ മുഖം വിളറി വെളുത്തു. ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് കുറ്റബോധമായിരുന്നോ അതോ ഭയമോ? നീ എങ്ങനെ അറിഞ്ഞു? അമ്മുമ്മയുടെ ശബ്ദമിടറി. ശങ്കരമാമൻ പറഞ്ഞു. പിന്നെ മുത്തശ്ശൻ്റെ ഡയറി. അപ്പച്ചി മരിച്ചിട്ടില്ല അല്ലേ അമ്മുമ്മേ? അമ്മുമ്മ ദീർഘനേരം മൗനമായിരുന്നു. പുറത്ത് കാറ്റ് വീശുന്ന ശബ്ദം മാത്രം. ഒടുവിൽ അമ്മുമ്മ സംസാരിച്ചു തുടങ്ങി. ഇല്ല ഉണ്ണി, വസുമതി മരിച്ചിട്ടില്ല. പക്ഷെ അവൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാനും കഴിയില്ല. അമ്മുമ്മ ജനലിലൂടെ വടക്കേ മുറിയുടെ ഭാഗത്തേക്ക് നോക്കി. അവൾക്ക് ഭ്രാന്തായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ അത് വെറും ഭ്രാന്തായിരുന്നില്ല. അവൾക്ക് ശബ്ദങ്ങളെ മോഷ്ടിക്കാൻ കഴിയുമായിരുന്നു. മറ്റുള്ളവരുടെ ശബ്ദം മാത്രമല്ല, അവരുടെ ഓർമ്മകളും വികാരങ്ങളും അവൾ വലിച്ചെടുക്കുമായിരുന്നു. അവസാനം അവൾ ആരാണെന്ന് അവൾക്ക് തന്നെ അറിയാതായി. അവൾ നീയായി മാറി, ഞാനായി മാറി, മുത്തശ്ശനായി മാറി. അമ്മുമ്മയുടെ കണ്ണ് നിറഞ്ഞു. അവളെ ആ മുറിയിൽ പൂട്ടിയിട്ടത് മുത്തശ്ശനാണ്. പക്ഷേ ഒരു ദിവസം ആരും കാണാതെ അവൾ പുറത്തിറങ്ങി. നേരെ പോയത് ആ കിണറ്റിലേക്കാണ്. അവൾ അതിൽ ചാടി. ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോഴേക്കും അമ്മുമ്മ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ മുങ്ങിപ്പോയിരുന്നു. പക്ഷേ ശരീരം കിട്ടിയില്ല. എത്ര തിരഞ്ഞിട്ടും ആ കിണറ്റിൽ നിന്ന് ശരീരം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവൾ മരിച്ചെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ അന്നു മുതൽ ആ കിണറ്റിൽ നിന്നും, അവൾ താമസിച്ച ആ വടക്കേ മുറിയിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ തിരിച്ചു വന്നോ? ഞാൻ ചോദിച്ചു. അമ്മുമ്മ എന്നെ ഉറ്റുനോക്കി. അവൾക്ക് തിരിച്ചു വരാൻ ഒരു ശരീരം വേണമുണ്ണി, ആരുടെയെങ്കിലും രൂപം. അവൾ കാത്തിരിക്കുകയായിരുന്നു, ആരെങ്കിലും അവളെ തിരിച്ചറിയാൻ. നീ അവളെ ശ്രദ്ധിച്ചു. നീ അവൾക്ക് ചെവി കൊടുത്തു. അതാണ് അവൾക്ക് വേണ്ടിയിരുന്നത്. എല്ലാം കേട്ടതോടെ പിന്നെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. ഓരോ നിമിഷവും ശ്വാസം മുട്ടുന്നതുപോലെ. മഴ വീണ്ടും തുടങ്ങി. സന്ധ്യ മയങ്ങുന്നതിനു മുമ്പ് എനിക്ക് തിരികെ പോകണം. അമ്മുമ്മയെ അവിടെ തനിച്ചാക്കി പോകുന്നതിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഞാൻ പോവുകയാണ് അമ്മുമ്മേ, ലീവ് തീർന്നു. ഞാൻ കള്ളം പറഞ്ഞു. അമ്മുമ്മ എതിർത്തില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി. സാധാരണ ഞാൻ പോകുമ്പോൾ സങ്കടപ്പെടുന്ന അമ്മുമ്മ ഇത്തവണ നിർവികാരയായിരുന്നു. ശരി, പോകുന്നതാണ് നല്ലത്, അമ്മുമ്മ പറഞ്ഞു. ഇരുട്ടുന്നതിനു മുമ്പ് ബസ് കിട്ടും. ഞാൻ ബാഗ് എടുത്തു. കുടയുമായി ഉമ്മറത്തിറങ്ങി. അമ്മുമ്മ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തെ മരങ്ങൾ കാറ്റിലുലയുന്നു. അമ്മുമ്മ അകത്ത് കയറിക്കോ, കഥ കടച്ചോ, ഞാൻ പറഞ്ഞു. അമ്മുമ്മ തലയാട്ടി. സൂക്ഷിക്കണം ഉണ്ണി, ആര് വിളിച്ചാലും കേൾക്കരുത്. ഞാൻ പടിപ്പുര കടന്നു. ഇടവഴിയിലൂടെ നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. വേഗത്തിൽ നടന്നു. മഴത്തുള്ളികൾ കുടയിൽ വീണ് ചിതറുന്നു. ചുറ്റും ഇരുട്ട് പരന്നു തുടങ്ങി. കവലയിലെത്തിയപ്പോൾ ആശ്വാസം തോന്നി. അവിടെ തെരുവുവിളക്കിൻ്റെ മഞ്ഞ വെളിച്ചമുണ്ട്. ദൂരെ നിന്ന് ബസ്സിൻ്റെ ഹോൺ കേൾക്കാം. ബസ് വന്നു. അധികം തിരക്കില്ല. ഞാൻ വിൻഡോ സീറ്റിൽ ഇരുന്നു. ബസ് നീങ്ങിത്തുടങ്ങിയപ്പോൾ
ഞാൻ കണ്ണടച്ച് സീറ്റിലേക്ക് ചാഞ്ഞു. രക്ഷപ്പെട്ടു. ആ തറവാടിൻ്റെ ശബ്ദങ്ങളുടെ പിടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. കണ്ടക്ടർ ടിക്കറ്റിനായി വന്നു. എവിടേക്കാ? ടൗണിലേക്ക്. ഞാൻ പണം കൊടുത്തു. ടിക്കറ്റ് വാങ്ങി പോക്കറ്റിലിടുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി. ആ തറവാടിൻ്റെ ഇരുട്ടിൽ നിന്ന്, നിഗൂഢതകളിൽ നിന്ന് ഞാൻ പുറത്തു കടന്നിരിക്കുന്നു. ബസ് മഴയത്ത് ടാർ റോഡിലൂടെ വേഗത്തിൽ പാഞ്ഞു. ഞാൻ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് എൻ്റെ ഫോൺ ശബ്ദിച്ചു. ഞാൻ ഞെട്ടി കണ്ണു തുറന്നു. പരിചയമില്ലാത്ത ഏതോ നമ്പറാണ്. ചെറിയൊരു മടിയോടെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഉണ്ണി, എത്ര ദിവസമായി മോനെ അമ്മൂമ്മ വിളിക്കുന്നു? മറുതലയ്ക്കിൽ നിന്നും അമ്മൂമ്മയുടെ ശബ്ദം. എത്ര ദിവസമായെന്നോ? അല്പം മുമ്പല്ലേ ഞാൻ അമ്മൂമ്മയുടെ അടുത്തു നിന്നും പോന്നത്. ഞാൻ ചിന്തിച്ചു. ഉണ്ണി, അമ്മൂമ്മ തറവാട്ടിലില്ല. ഒരാഴ്ചയായിട്ട് ആശുപത്രിയിലാണ്. ഉണ്ണി വരുമെന്ന് കത്തെഴുതിയിരുന്നല്ലോ. അമ്മമ്മ പറഞ്ഞത് കേട്ട് എൻ്റെ കയ്യിൽ നിന്നും ഫോൺ ഊർന്ന് താഴെ വീണു. കഴിഞ്ഞ ഒരാഴ്ചയായി അമ്മമ്മ തറവാട്ടിലില്ലെന്നോ? അപ്പോൾ ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞത് ആരുടെ കൂടെയായിരുന്നു? ആ സമയം ബസ്സിനുള്ളിൽ എന്തോ ഒരു പഴകിയ ഗന്ധം പടരുന്നത് പോലെ എനിക്ക് തോന്നി. ഒരുപക്ഷെ എൻ്റെ തോന്നലാകാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് അടുത്ത കവലയിൽ നിർത്തി. അവിടെ കുറച്ച് കടകളുണ്ട്. തെരുവ് വിളക്കിൻ്റെ മഞ്ഞ വെളിച്ചം മഴയിൽ തിളങ്ങുന്നു. ഞാൻ വെറുതെ ജനലിലെ നനവ് തുടച്ച് പുറത്തേക്ക് നോക്കി. അവിടെ ആ കവലയിലെ വെയിറ്റിംഗ് ഷെഡിൽ കുടയും ചൂടി ഒരാൾ നിൽക്കുന്നു. അമ്മൂമ്മ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സൂക്ഷിച്ചു നോക്കി. അതെ, അത് അമ്മൂമ്മ തന്നെയാണ്. പക്ഷേ മുഖത്തെ ഭാവം അത് അമ്മൂമ്മയുടേതല്ല. ബസ് വീണ്ടും മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. ആ സമയം അമ്മൂമ്മ തലയുയർത്തി എന്നെ നോക്കി. കണ്ണുകളിൽ ക്രൂരഭാവം. ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. പെട്ടെന്ന് എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ആരോ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ മെല്ലെ ഭയത്തോടെ എൻ്റെ തൊട്ടടുത്ത സീറ്റിലേക്ക് നോക്കി. ബസ്സിൽ കയറിയപ്പോൾ ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ നനഞ്ഞൊട്ടിയ വസ്ത്രവുമായി മുടി അഴിച്ചിട്ട ഒരു സ്ത്രീരൂപം ഇരിക്കുന്നു. അവളുടെ മുഖം കുനിഞ്ഞിരിക്കുകയായിരുന്നു. മുടികൾക്കിടയിലൂടെ വെള്ളം എൻ്റെ തോളിലേക്ക് ഇറ്റു വീഴുന്നു. ബസ്സിലെ മറ്റ് യാത്രക്കാർ ആരും ഇതൊന്നും കാണുന്നില്ല. അവർ ഉറക്കത്തിലാണ്. കണ്ടക്ടർ മുന്നിൽ സീറ്റിലിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന രൂപം മെല്ലെ തലയുയർത്തി. ആ കണ്ണുകൾ, അതിൽ കൃഷ്ണമണികൾ ഉണ്ടായിരുന്നില്ല. വെറും വെള്ള നിറം മാത്രം. അവൾ എൻ്റെ കാതുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു. കിണറ്റിലെ വെള്ളത്തിൻ്റെ തണുപ്പ് ആ ശ്വാസത്തിനുണ്ടായിരുന്നു. അവൾ അമ്മൂമ്മയുടെ അതേ ശബ്ദത്തിൽ, എന്നാൽ വല്ലാത്തൊരു കനത്തിൽ മന്ത്രിച്ചു. നീ എങ്ങോട്ടാ പോകുന്നതുണ്ണി? നമ്മൾ വീട്ടിലെത്തിയില്ലേ? ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ബസ് ടൗണിലേക്കല്ല ഓടുന്നത്. പുറത്ത് ഇരുട്ട് മാത്രം. മരങ്ങൾ പിന്നിലേക്ക് പാഞ്ഞു പോകുന്നു. പക്ഷെ റോഡരികിലെ നാഴികക്കല്ലിൽ ഞാൻ ആ പേര് കണ്ടു. ഞാൻ കയറിയ അതേ ഗ്രാമത്തിൻ്റെ പേര്. ബസ് അങ്ങോട്ടും പോയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവളുടെ കയ്യിലെ തുരുമ്പിച്ച താക്കോൽ കൂട്ടം ആ ഇരുട്ടിൽ തിളങ്ങി. അവൾ എൻ്റെ തോളിൽ തല ചായ്ച്ചു. ഇനി നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്.